എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ HSCAP വെബ്സൈറ്റ് ആണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ VHSCAP വെബ്സൈറ്റ് ആണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നൽകിക്കൊണ്ട്, അതുപോലെ നിങ്ങൾ HSCAPലാണെങ്കിൽ ജില്ല കൂടി നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജില്ല കൂടി നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പച്ച കളറിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ്, ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചുവപ്പ് കളറിൽ കാണാൻ പറ്റും. അപ്പോൾ ചുവപ്പ് കളറിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. അതേസമയം നിങ്ങൾക്ക് പച്ച കളറിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ലോഗിൻ ചെയ്ത പേജിലാണ് കാണാൻ പറ്റുക. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് എടുത്ത ശേഷം, അത് പ്രിൻ്റ് ഔട്ടല്ല, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണമെങ്കിൽ കിട്ടുന്നതാണ്. അപ്പോൾ അതിനുശേഷം ആ ഒരു പ്രിൻ്റ് ഔട്ട് ഫില്ല് ചെയ്യുക, അതായത് പൂരിപ്പിക്കുക. പൂരിപ്പിച്ച ശേഷം അതിൽ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാക്കളും ഒപ്പിടാനുള്ള ഭാഗമുണ്ട്, അത് കൃത്യമായിട്ട് എഴുതുക. അതുപോലെ തന്നെ അതിൽ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, അതായത് മലയാളമാണ്. അതായത് ആ ഒരു സ്കൂളിൽ ഏതൊക്കെ സെക്കൻഡ് ലാംഗ്വേജാണ് ഉള്ളത് എന്നുള്ളത് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ ഏറ്റവും താഴെയായിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ മലയാളം, അതുപോലെ തന്നെ ഈ ഒരു ഹിന്ദി, അതുപോലെ ജർമ്മനി, ഇതുപോലെ പല സ്കൂളുകളിലും പല തരത്തിലുള്ള സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പഠിക്കാനായിട്ട്, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ ഏതൊക്കെയാണുള്ളത് എന്ന് കൃത്യമായിട്ട് അതിലുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് വേണ്ടത് അത് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു സ്കൂൾ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 1, 2, 3, 4, 5, 6, 7, അപ്പോൾ നിങ്ങളൊരു 10 ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു സ്കൂളിൽ ആ ഒരു കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ ഉറപ്പായിട്ടും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടേണ്ടി വരും. പെർമനൻ്റ് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, ക്ലബ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ക്ലബ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അത് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് NSS അല്ല, ഈ ഒരു USS, അതുപോലെ LSS, NMMS, അതുപോലെ വിവിധ തരത്തിലുള്ള, അതുപോലെ കലോത്സവത്തിൽ നിങ്ങൾ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് തെളിയിക്കാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ഇതുപോലെ വിവിധ തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ NCC, SPC, അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ഇതുപോലെ വിവിധ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു റിസർവേഷൻ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും, അതുപോലെ നിങ്ങളുടെ നിങ്ങൾ EWS വിഭാഗത്തിലാണ് ആ ഒരു ഓപ്ഷൻ യെസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അല്ലാത്തവർക്ക് അത് വേണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് തെളിയിക്കാനായിട്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതുപോലെ അതും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷനായിട്ട് ഫീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയുള്ള കോഴ്സ് അനുസരിച്ച് എത്ര രൂപയാണ് ഫീസ് എന്നുണ്ടാവും. അതുപോലെ തന്നെ PTA ഫണ്ട്, അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ്, അതുപോലെ തന്നെ യൂണിഫോം വേണമെങ്കിൽ യൂണിഫോമിൻ്റെ ആ ഒരു യൂണിഫോം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ കൊടുത്ത് മാറുകയാണെങ്കിൽ പ്രത്യേകിച്ച് യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. ബാക്കിയൊക്കെയുള്ള ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത്. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ തെളിവായിട്ടുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂളിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് തരും. അപ്പോൾ അത്രയുമാണ് വേണ്ടത്. അപ്പോൾ ഇത്രയുമൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. പെർമനൻറ്റ് അഡ്മിഷനാണ് കിട്ടുക. ഒന്നാമത്തെ ഓപ്ഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷനാണ് കിട്ടുക. അതുപോലെ തന്നെ ഒന്നാമത്തെ ഓപ്ഷനിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് സ്കൂൾ മാറാനായിട്ട്, അല്ലെങ്കിൽ ചില വിദ്യാർത്ഥികൾ അറിയാതെ ആയിരിക്കും ഒന്നാമത്തെ ഓപ്ഷനൊക്കെ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇഷ്ടപ്പെടാത്ത കോഴ്സൊക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് തന്നെ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതിനുശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ, ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ട്രാൻസ്ഫർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇത്ര മാത്രമാണ് ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടി വരിക. ഇനി അടുത്തതായിട്ടുള്ളത്, നിങ്ങൾക്കിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ ഇതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനുകളാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളൊരു 10 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 10 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അതായത് 5, 6, 7, 8, 9, 10. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക്
രണ്ടാമത്തെ ഓപ്ഷൻ മുതൽ ഇതിന് താഴെയുള്ള നിങ്ങൾക്ക് ഏതൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ 2, 3, 4, 5, 6, 7, 8, 9, 10 ഇതിൽ ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ ഏതൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഇടാം. ടെമ്പററി അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫീസൊന്നും അടക്കാതെ വെറും സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ നേടുന്ന അഡ്മിഷനാണ് ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 4ാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കാം. നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷനാണ് നേടുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് മുകളിലുള്ള മറ്റു ഓപ്ഷനുകളിലേക്ക് മാറ്റം കിട്ടിയാൽ നല്ലതാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അടുത്ത അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മറ്റൊരു ഓപ്ഷൻ, അതായത് 2ാമത്തെ ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ സീറ്റ് നഷ്ടപ്പെടും. പിന്നീട് നിങ്ങൾ അടുത്ത 2ാമത്തെ ഓപ്ഷൻ കിട്ടിയ സ്കൂൾ എവിടെയാണോ അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടണം. അതേസമയം എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഇപ്പോൾ കിട്ടിയ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അവിടെ തുടരാവുന്നതാണ്. ടെമ്പററി ആയിട്ട് തന്നെ തുടരാൻ സാധിക്കും. പിന്നീട് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും ഇതേ രീതിയിൽ ടെമ്പററി ആയിട്ട് തുടരാം. എന്നാൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ വേറെ എവിടെയെങ്കിലും ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ സീറ്റ് പോകും. പിന്നീട് ഇവിടത്തേക്ക് നിങ്ങൾ ആ ഒരു സ്കൂളിലേക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങി പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. കാരണം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എവിടെ കിട്ടിക്കഴിഞ്ഞാലും പെർമനൻറ്റ് അഡ്മിഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ, അതായത് 2ാമത്തെ ഓപ്ഷനോ ഇതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് ആ ഒരു കിട്ടിയ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ആ ഒരു കോഴ്സ് തന്നെ പഠിച്ചാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാം. നേരത്തെ പറഞ്ഞതുപോലെ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ഫീസും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാം. അതേസമയം നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് താല്പര്യമില്ല, നിങ്ങൾക്ക് അവിടെ ആ ഒരു സീറ്റ് നിങ്ങൾ കിട്ടിയാലും പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട അഡ്മിഷനാണ് ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പററി അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കൺഫേം ആണ്. എന്നാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതുതായിട്ട് കിട്ടുന്ന സീറ്റിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. ഇത്ര മാത്രമാണ് ടെമ്പററി അഡ്മിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പററി അഡ്മിഷനായിട്ട് വേണ്ടത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ TC, അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു അപേക്ഷാ സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ NCC, അതുപോലെ തന്നെ SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇതുപോലുള്ള ഡീറ്റെയിൽസ് കൊടുത്തവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള ഉണ്ടെങ്കിൽ അതുകൂടി എടുക്കുക. കാരണം വല്ല സ്കോളർഷിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി എടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മറ്റുള്ള വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഫീസും കാര്യങ്ങളൊന്നും അഡ്മിഷൻ സമയത്ത് ടെമ്പററി അഡ്മിഷനായിട്ട് അടക്കേണ്ട ആവശ്യമില്ല, ഡോക്യുമെൻറ്റ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ തെളിവായിട്ടുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ കൂടി വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ആ ഒരു കിട്ടിയ ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാം. അതുപോലെ 1ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ നേടണം. 2ാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള ഓപ്ഷനുകളോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും, അതല്ല നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു, അടുത്ത മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാം. പെർമനൻറ്റ് അഡ്മിഷന് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഡോക്യുമെൻസും, അതായത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ ആ ഒരു കാര്യങ്ങളും അത് SSLC സർട്ടിഫിക്കറ്റും അതുപോലെ മറ്റ് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനോടൊപ്പം തന്നെ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. എന്നാൽ നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾ 2ാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റു ഓപ്ഷനുകളാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീസ് അടച്ച് സർട്ടിഫിക്കറ്റും കൊടുത്ത് പെർമനൻറ്റ് അഡ്മിഷൻ നേടാം. അതേസമയം നിങ്ങൾ ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നില്ല, നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാം. ടെമ്പററി അഡ്മിഷൻ നേടുന്നതിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ വേറൊരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ വേറൊരു കോഴ്സിലേക്ക് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് പോകുന്നതും പുതിയ സീറ്റിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരികയും ചെയ്യും. അതേസമയം അടുത്ത അലോട്ട്മെൻറ്റുകളിൽ വേറെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയാണെങ്കിൽ നിലവിലെ സ്കൂളിൽ ടെമ്പററി ആയിട്ട് തുടരാനും സാധിക്കും. അതേസമയം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ ഏത് സ്കൂളിൽ അലോട്ട്മെൻറ്റ് നിലവിൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പുതിയ സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടി വരിക. പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകൾക്കാണ് സ്കൂൾ മാറ്റത്തിനോ കോഴ്സ് മാറ്റത്തിനോ അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുക. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലായിട്ടുണ്ടാകും. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ ഒന്നുകിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാം. 1ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നിർബന്ധമാണ്. അതേസമയം 2ാമത്തെ ഓപ്ഷനോ അതിന് താഴെ മറ്റു ഓപ്ഷനുകളോ ആണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനോ ആവശ്യമുള്ളവർക്ക് പെർമനൻറ്റ് അഡ്മിഷനോ നേടാൻ സാധിക്കുന്നതാണ്. അഡ്മിഷൻ ഫീസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1000
രൂപയ്ക്കുള്ളിലാണ് വരിക. അതുപോലെ തന്നെ യൂണിഫോം ഫീസാണെങ്കിൽ ഏകദേശം ഒരു 2000 2500 രൂപ യൂണിഫോമിനൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അവിടെ സ്ഥിരം അതായത് പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയാണെങ്കിൽ മാത്രമേ യൂണിഫോം വാങ്ങിക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതുപോലെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ട്രാൻസ്ഫറിലാണ് സ്കൂൾ മാറ്റത്തിനായിട്ട് അപേക്ഷിക്കാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷനോ അതുപോലെ തന്നെ അതിന് താഴെ മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷനായിട്ട് തുടരാവുന്നതും, അതുപോലെ തന്നെ അത് ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് നേടാവുന്നതും, അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് വേണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻസിനെ റിമൂവ് ചെയ്യാനും, പിന്നീട് നിങ്ങൾക്ക് നിലവിലുള്ള ഓപ്ഷനുകളിൽ എവിടെയെങ്കിലും അടുത്ത അലോട്ട്മെൻറ്റുകളിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മാറേണ്ടതായിട്ട് വരികയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ തെറ്റ് കാരണമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാത്തത് എങ്കിൽ നിങ്ങൾക്ക് അടുത്ത സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ, അത് നിങ്ങൾ സ്കൂളിൽ പോയി എന്നാൽ നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റ് കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ വീണ്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാവുകയും എഡിറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് HSCയിലും VHSCയിലും രണ്ടിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എവിടെയാണോ താല്പര്യമുള്ളത് അവിടെ നിങ്ങൾ അഡ്മിഷൻ നേടുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, HSCയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അവിടെ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും. എന്നാൽ VHSCയിൽ അതുപോലെയില്ല. VHSCയിൽ പിന്നീടുള്ള സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിലൊക്കെ അപേക്ഷിക്കാനായിട്ട് അവസരം കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് എവിടെയാണോ പഠിക്കാൻ താല്പര്യം അവിടെ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, HSCയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല, ഒന്നുകിൽ ടെമ്പററി നേടണം അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നേടണം. അങ്ങനെ നേടിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് ആയിരിക്കും. പിന്നീട് നിങ്ങൾക്ക് VHSC അഡ്മിഷനിൽ തന്നെ തുടരേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.